പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുന്നു എന്ന് പറയാം. റഷ്യൻ സൈനികർക്കിടയിൽ HIV നിരക്കുകൾ വർദ്ധിക്കുകയാണ്. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ റഷ്യ യുക്രൈൻ യുദ്ധം സൈനികർക്കിടയിൽ HIV രോഗബാധ വർദ്ധിപ്പിച്ചതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം യുദ്ധം ആരംഭിച്ചതിന് ശേഷം സൈനികരിൽ HIV ബാധിതരുടെ എണ്ണം 20 മുതൽ 40 മടങ്ങ് വരെ വർദ്ധിച്ചുവെന്നാണ്. 1 മില്യണിലധികം ആളുകൾ HIV പോസിറ്റീവായ ഒരു രാജ്യത്തിന് ഇത് വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഈ ഗുരുതരമായ സാഹചര്യത്തിന്റെ കാരണങ്ങളും സാമൂഹിക പ്രത്യാഘാതങ്ങളും എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം. യുദ്ധമുഖത്ത് സൈനികർ നേരിടുന്ന കടുത്ത മാനസിക സമ്മർദ്ദങ്ങളും ജീവൻ മരണ പോരാട്ടങ്ങളും HIV വർധനവിന് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മിക്ക സൈനികരും നാളെ എന്നൊന്നില്ല എന്ന ചിന്തയിലാണ് ജീവിക്കുന്നത് എന്നൊരു വലിയ വശം കൂടിയുണ്ട്. ഈ ഒരു ചിന്ത സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾക്കും അതുപോലെ ലഹരി മരുന്ന് ഉപയോഗത്തിനും കാരണമാകുന്നു. ഇതിനായി ഉപയോഗിക്കുന്ന സൂചികളും മറ്റു ഉപകരണങ്ങളും പങ്കുവയ്ക്കുന്നത് രോഗവ്യാപനം അതിവേഗത്തിലാക്കുന്നു. കൂടാതെ യുദ്ധമുഖത്ത് കോണ്ടം പോലുള്ള സുരക്ഷാ മാർഗങ്ങളുടെ ലഭ്യതക്കുറവും രോഗബാധ വർദ്ധിപ്പിക്കുന്നു. ഒപ്പം യുദ്ധത്തിൽ പരിക്കേൽക്കുന്ന സൈനികരെ ചികിത്സിക്കുന്ന ഫീൽഡ് ആശുപത്രികളിൽ മതിയായ വൈദ്യസഹായങ്ങളും ലഭ്യമല്ല. രക്തം സ്വീകരിക്കാനും മുറിവുകൾ ശുചീകരിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അണുവിമുക്തവുമല്ല. ഇത് HIV ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പകരാൻ സാധ്യത വീണ്ടും വർദ്ധിപ്പിക്കുന്നു. ഇനി റഷ്യൻ സൈന്യത്തിന്റെ HIV നിരക്ക് കുത്തനെ ഉയരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. രാജ്യത്തെ ജയിലുകളിൽ നിന്ന് HIV പോസിറ്റീവായ തടവുകാരെ സൈന്യത്തിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. യുക്രൈൻ അധികൃതരുടെ കണക്കനുസരിച്ച് പുതുതായി റിക്രൂട്ട് ചെയ്യപ്പെട്ട റഷ്യൻ സൈനികരിൽ 5-ൽ 1 HIV പോസിറ്റീവാണ്. ഇവിടെ ഒരു ഭയാനകമായ അവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട്. ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ആന്റിവൈറൽ മരുന്നുകൾ ലഭിക്കുമെങ്കിൽ യുദ്ധത്തിൽ ചേരാൻ തയ്യാറാണെന്ന് പല തടവുകാരും സമ്മതിച്ചതായി റിപ്പോർട്ടുണ്ട്. HIV മരുന്ന് ഉപയോഗിക്കുന്നതിലൂടെ രോഗം പൂർണ്ണമായും ഭേദമാകില്ലെങ്കിലും വൈറസിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. ഇത് ദുർബലമായ പ്രതിരോധ ശേഷി കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് അണുബാധകളെ തടയാനും സഹായിക്കും. ജയിലിൽ മതിയായ ചികിത്സ ലഭിക്കാത്ത പലർക്കും ഇതൊരു ജീവിക്കാനുള്ള അവസരമായി തോന്നിയിരിക്കാം. തിമൂർ എന്നൊരു തടവുകാരൻ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞത് ജയിലിൽ ഫലപ്രദമല്ലാത്ത ചികിത്സ കാരണം താൻ വേഗം മരിക്കുമെന്ന് ഭയന്നിരുന്നു എന്നാണ്. വേഗത്തിലുള്ള മരണമോ പതുക്കെയുള്ള മരണമോ അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള അവസരം വന്നപ്പോൾ അയാൾ വേഗത്തിലുള്ള മരണം തിരഞ്ഞെടുത്തു എന്നാണ്. ഇതേ അവസ്ഥയിലായിരുന്ന കൂലിപ്പടയാളി സംഘത്തിലെ റസ്ലാൻ എന്ന മറ്റൊരു സൈനികനും സമാനമായ അനുഭവമാണ് പങ്കുവച്ചത്. മയക്കുമരുന്ന് കച്ചവടത്തിന് റഷ്യയിൽ 1 ദശാബ്ദത്തിലേറെയായി തടവിന് ശിക്ഷിക്കപ്പെട്ട റസ്ലാൻ തന്റെ കാലാവധി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ സമാനമായ ഒരു ഓപ്ഷൻ വാഗ്ദാനം ചെയ്യപ്പെട്ടുവെന്നും ജയിലിൽ തനിക്ക് ലഭിച്ചിരുന്ന മരുന്നുകൾ ഫലപ്രദമല്ലെന്ന് ഭയപ്പെട്ട അയാൾ ജീവിക്കാൻ ഒരു അവസരമെങ്കിലും ലഭിക്കുമെന്നതിനാൽ ഈ വാഗ്ദാനത്തിന് നന്ദിയുള്ളവനാണ് എന്ന് പറയുന്നു. യുദ്ധഭൂമിയിലെ പല സൈനികർക്കും ആധുനിക ആന്റി റിട്രോവൈറൽ തെറാപ്പി ART കൃത്യമായി ലഭിക്കുന്നില്ലെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ഇനിയുള്ള ചോദ്യം, എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥ റഷ്യയിൽ ഇത്ര വലിയ പ്രശ്നമായി എന്നുള്ളതാണ്. യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾക്കും അപ്പുറം റഷ്യയിൽ HIV ഒരു വലിയ സാമൂഹിക പ്രശ്നമായി നിലനിൽക്കുന്നു. 15 ലക്ഷത്തോളം ആളുകൾ HIV പോസിറ്റീവ് ആണെന്ന് കരുതപ്പെടുന്നു. ഓരോ വർഷവും ഏകദേശം 30,000 ആളുകളാണ് HIV-യുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ മരിക്കുന്നത്. ഇതിൽ കൂടുതൽ ജോലി ചെയ്യുന്ന മുതിർന്നവരാണ്. ഈ പ്രതിസന്ധിക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ കൂടിയൊന്ന് നോക്കാം. ഒന്നാമതായി പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ തകർച്ചയാണ്. റഷ്യയിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ വളരെ ദുർബലമാണ്. സമ്പന്നർക്ക് മാത്രമേ ജീവിതകാലം മുഴുവൻ ART ചികിത്സ താങ്ങാനും കഴിയൂ. ഇനി രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അഭാവമാണ്. HIV പ്രതിരോധത്തിന് സർക്കാർ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ലെന്ന് വിദഗ്ധർ ആരോപിക്കുന്നുണ്ട്. യുക്രൈൻ യുദ്ധം മരുന്നുകളുടെ വിതരണം താറുമാറാക്കി. ആവശ്യക്കാരായ പകുതിയിലധികം പേർക്കും മരുന്ന് ലഭ്യമല്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇനി പഴയ കാഴ്ചപ്പാടുകളാണ്. സ്വവർഗാനുരാഗികളോടും LGBTQ സമൂഹത്തോടും HIV-യോടും റഷ്യൻ സമൂഹത്തിനുള്ള ഔട്ട്ഡേറ്റഡ് അല്ലെങ്കിൽ യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളും ഈ ഒരു പ്രശ്നം വഷളാക്കുന്നുണ്ട്. LGBTQ പ്രസ്ഥാനത്തെ തീവ്രവാദ സംഘടനയായി റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ NGO-കൾക്ക് വിലക്കുണ്ട്. HIV പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന എൽട്ടൺ ജോൺ ഫൗണ്ടേഷൻ പോലുള്ള അന്താരാഷ്ട്ര NGO-കളെ റഷ്യയിൽ അനാവശ്യ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ ഫലപ്രദമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ ഏറെയായി. റഷ്യയുടെ ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ അതോ ഇത് അവഗണിച്ച് മുന്നോട്ട് പോകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു പ്രശ്നം സൈനികരെ മാത്രമല്ല, റഷ്യയുടെ പൊതുജനാരോഗ്യ മേഖലയും ദൂരവ്യാപകമായി തന്നെ ബാധിച്ചേക്കാം.